കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ചിലർ വീട് പണിയുമ്പോൾ വീടുകളിൽ നിന്ന് മലിനജലം പോകാൻ വേണ്ടി അവരവരുടെ സൗകര്യത്തിനായിട്ട് പല സ്ഥലങ്ങളിലേക്കും അടുക്കളയിൽ നിന്ന് പോകുന്ന മലിനജലം, തുണി അലക്കുമ്പോൾ പോകുന്നത്, വേറെ മറ്റുള്ള വാഷ് ബേസിനിൽ നിന്നൊക്കെ പോകുന്ന അങ്ങനെയുള്ള മലിനജലങ്ങൾ ഒഴുകുന്നതിന് ചില ദിശകളും ഫലങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഇഷ്ടമുള്ള രീതിയിൽ മലിനജലം ഒഴുകിപ്പോയിട്ട് കാര്യമില്ല. കുളിമുറിയിൽ നിന്നുള്ള ജലം എല്ലാം കിഴക്ക് ആണ് നമ്മൾ മലിനജലം ഒഴുക്കി വിടുന്നത് എങ്കിൽ, കിഴക്ക് ഭാഗത്തേക്കാണ് നമ്മളുടെ വീടിരിക്കുന്ന ദിശയുടെ കിഴക്ക് ഭാഗത്തേക്കാണ് നമ്മൾ മലിനജലം ഒഴുക്കി വിടുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്താണ് സൗഭാഗ്യമാണ് എന്ന് ചിന്തിക്കാം. കുഴപ്പമില്ല. കിഴക്ക് ഭാഗത്തേക്ക് റോട്ടിലേക്ക് ഒരു പൈപ്പ്, എല്ലാ മലിനജലവും കൂടെ നമ്മൾ വീടിൻ്റെ ഒരു ഡ്രൈനേജ് ഉണ്ടാക്കി ആ ഡ്രൈനേജിൽ കൂടെ കിഴക്കോട്ടാണ് നമ്മൾ ഒഴുക്കി വിടുന്നതെങ്കിൽ നമുക്ക് സൗഭാഗ്യമാണ്, നല്ലതാണ്. എല്ലാവർക്കും അത്, കുടുംബത്തിലുള്ള എല്ലാവർക്കും അത് ദോഷം ഉണ്ടാക്കുന്നില്ല. തെക്ക് ഭാഗത്തേക്കാണ് നമ്മൾ, ചിലവർ കുളിമുറിയൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് തെക്ക് ഭാഗത്തേക്ക് മലിനജലം ഒഴുക്കി വിടും. തെക്ക് ഭാഗത്തേക്കാണ് നമ്മളുടെ വീട്ടിൽ നിന്നുള്ള മലിനജലം ഒഴുകി പോകുന്നതെങ്കിൽ ആ വീട്ടിലുള്ള സ്ത്രീകൾക്ക് രോഗങ്ങൾ, വഴിതെറ്റുന്ന ചിന്താഗതികൾ, ഇങ്ങനെയുള്ളതൊക്കെ സംഭവിക്കാം. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നമ്മൾ മലിനജലം ഒഴുക്കുന്നത് എന്ന് വിചാരിക്കുക. നമ്മുടെ വീടിൻ്റെ മലിനജലം ഒഴുകി പോകുന്ന പടിഞ്ഞാറ് ദിശയിലേക്കാണ് എന്ന് ചിന്തിക്കുക. പുരുഷന്റെ അന്തസ്സിന്, സ്വത്തിനൊക്കെ കോട്ടം തട്ടും. ആ വീട്ടിലുള്ള പുരുഷന്മാരുടെ അന്തസ്സിന്, സ്വത്തിന്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇന്ന് പോലെ നിങ്ങൾ നോക്കുക ഏത് ഭാഗത്തേക്കാണ് വീട്ടിലെ കുളിമുറിയിലെ ജലവും വാഷ് ബേസിലെ ജലവും മറ്റു മലിനജലങ്ങളൊക്കെ ഒഴുകി പോകുന്നതെന്ന് നോക്കുക. പുരുഷന്റെ അന്തസ്സിനും സ്വത്തിനും ഒക്കെ കോട്ടം തട്ടാം. വടക്ക് ഭാഗത്തേക്കാണ് മലിനജലം ഒഴുകുന്നതെന്ന് ചിന്തിച്ചാൽ സ്ത്രീകൾക്ക് ഉയർച്ചയും നല്ല വരുമാനവും. വടക്ക് ഭാഗത്തേക്കാണ് നമ്മളുടെ വീടിൻ്റെ ഇത് ഒഴുകുന്നതെങ്കിൽ സ്ത്രീകൾക്ക് ഉയർച്ചയും നല്ല വരുമാനവും കിട്ടുന്നതാണ്. തെക്ക് കിഴക്ക് ഭാഗത്തേക്കാണ് നമ്മൾ മലിനജലം ഒഴുകുന്നതെന്ന് വിചാരിച്ചാൽ കടബാധ്യത, ഋണം ഉണ്ടാവും. ആ വീട്ടിലുള്ളവർക്ക് ഋണബാധ്യത ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല. സ്ത്രീകളുടെ ആരോഗ്യത്തിന് ക്ഷയം വരാൻ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ആ വീട്ടിലുള്ള സ്ത്രീകൾക്കുണ്ടായിരിക്കും. തെക്ക് പടിഞ്ഞാറാണ് നമ്മളുടെ മലിനജലം ഒഴുകി പോകുന്നതെങ്കിൽ കുപ്രസിദ്ധി, ചീത്ത അപമാനങ്ങൾ സംഭവിക്കാം. വികസന നാശം, എന്തെങ്കിലും വലിയതായി നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്നൊരു നാശം, ഒരു മോശമായൊരവസ്ഥ സംഭവിക്കാം. വടക്ക് കിഴക്കാണ് നമ്മൾ മലിനജലം ഒഴുക്കുന്നതെങ്കിൽ പേരും പെരുമയും ഉണ്ടാകും, കുട്ടികൾക്ക് ഉയർച്ചയുണ്ടാവും. വടക്ക് കിഴക്ക് ഭാഗത്തേക്കാണ്, വടക്ക് കിഴക്കോട്ട് ഇങ്ങനെ ആണ് ഒഴുകി പോകുന്നതെങ്കിൽ. വടക്ക് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നതെന്ന് വിചാരിക്കുക. വടക്ക് പടിഞ്ഞാറോട്ടാണ് നമ്മൾ മലിനജലം ഒഴുക്കുന്നതെങ്കിൽ അനാവശ്യമായ യാത്രകൾ, വെറുതെ ഇങ്ങനെ യാത്ര ചെയ്യും, ഒരു ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ട് പണം നഷ്ടപ്പെടാം, ധനനഷ്ടം വരാം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടിൽ മലിനജലം ഒഴുക്കി വിടുന്നതുകൊണ്ടുള്ള ദോഷങ്ങൾ. അപ്പോൾ എവിടേക്കൊക്കെയാണ് മലിനജലം ഒഴുക്കുന്നത് നിങ്ങൾ നോക്കുക. നോക്കിയിട്ട് അതിനായ രീതിയിലേക്ക് നമ്മളുടെ മലിനജലം ഒഴുകുക. ഒരിക്കലും തെക്ക് ഭാഗത്തേക്ക് മലിനജലം ഒഴുകി പോകാൻ നമ്മൾ അനുവദിക്കരുത്.